അടിക്കാൻ പോവാ. എന്തടിക്കാൻ ആടി അവനെ ഒരുത്ത നമ്മളെ വണ്ടി എടുത്തിട്ട് നാട്ടുകാരൊക്കെ ഇടിക്കുന്നുണ്ടോ നമ്മളെ വണ്ടി ആര് അമ്മ ഏതോ ഒരു ഷോണ്ട അതെ പോണ അതെ ബാക്കിൽ ആ ഒപ്റ്റിമസ് പ്രൈം ബാക്കിൽ എനിക്ക് വണ്ടി ഏത് വണ്ടി ഗാംഗോസിന്റെ ട്രക്ക് ഒരു മറ്റേ എടാ എനിക്കിത് ബഗ്ഗായിരിക്കുവാടാ എനിക്ക് മറ്റേ എറർ യു ആർ ടു ഫാർ ഫ്രം ദ പമ്പ് നോട്ടിഫിക്കേഷൻ അത് പോവണ്ട അത് പേടിക്കണ്ട അടിക്കട്ടെ നമ്മൾ എത്ര പേരുണ്ട് ഇറക്കിയാ കേട്ടോ കുത്തന്നേരം വഴിക്ക് പോവാൻ സമ്മതിക്കൂല്ലല്ലോ ഇവന്മാര്. കൊമ്പന്റെ പവർ ഇത് വണ്ടി പോവില്ലടാ ഇതിനകത്തൂടെ. ഈ ലോറിക്കൊക്കെ ഇത്രയും പവറോടാ. അവനെ ഇപ്പൊ ഈ വണ്ടിക്കകത്ത് മിനിമം എത്ര പേരുണ്ടാവും? നമ്മളൊരു 10-15 പേരില്ലേ? 2, 4, 8, 10 മഴയായിരിക്കും. അവന്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങി ഹെൽമെറ്റ് ഇല്ല ജുഗുറു മയിൽവാരം വെച്ചിടി എല്ലാണ്ടൊന്നും കിട്ടൂല. ഇത് എന്തൊരു കഷ്ടം. എടാ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലേ? ട്രക്ക് സിമുലേറ്റർ കാർ സിമുലേറ്റർ അവൻ കളിക്കണ. അവൻ നോക്കി കളിക്കാൻ ഫ്രണ്ടിൽ പോണതല്ലേ. ഇതൊരു നമ്മുടെ വണ്ടിയിലാണ് പോയത്. നമ്മുടെ വണ്ടിയിലാണ് പോയത്. കിണ്ടി പോയി മറ്റവന്മാര് അവന്മാരെ അടിക്കുള്ളതാണോ ബാക്കിയിരുന്നവന്മാര്? അത് വേറെ അടി അമ്മരടിക്കുള്ളതാണോ? സെക്കൻഡ് ക്യാരക്ടറാണ് അവൻ. ആ ക്യാരക്ടർ തന്നെയാണെന്ന് അറിഞ്ഞോണ്ടാണ് വണ്ടി തീർത്താൻ പറയുമ്പോ ഇച്ചിരി വരെ ഓടിച്ചിട്ട് രണ്ട് ബാക്കിയുള്ളവരായിട്ട് വള്ളി പിടിക്കും. ആരാര് ഇതല്ലാണ് ഒപ്റ്റിമസ് പ്രൈം അതിനെപ്പടി അതടിച്ചിട്ട് എന്ത് കണ്ടി കളിയപ്പോ അവൻ ഇന്ന് ഫോറസ്റ്റ് ആണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഈ സൈഡിലത്തെ സാമാനം ഫ്രണ്ടിൽ പോയി ഇറങ്ങി തുടരാളി അവന് പിടിക്കാതെ പറഞ്ഞിട്ട് വണ്ടി അനങ്ങണ്ടേ? എന്ത് വണ്ടിയാണോ ഇത്? അതിനകത്ത് എന്തിന് എഞ്ചിനാടാ ട്രക്കാണെന്നാ ഇടിച്ചിടിച്ചിടിച്ച് നമ്മളെ വണ്ടി. അവൻ എന്തിനാ കാണിക്കണ? അവൻ ആരാ അവൻ? എന്തായാലും ഇതിരുന്നല്ല എന്റെ വാനായിരുന്നു കേട്ടോ. എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. അവനാണോ പോണേ? അവനല്ലേ പോണേ? എന്റെ 110 വാൻ ഇടിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മളാളല്ലേ. ഇത് നമ്മുടെ വണ്ടിയാണോ? ഇത് പീഡിക്കതി ഇപ്പൊ പീടി അടി. ഇതിനകത്ത് ഏതാ വണ്ടി? മറ്റേ വണ്ടി കുട്ടിക്കും കളഞ്ഞ് കൊമ്പനാണ് അത്ര കിഴയല്ലേ പീടി അടിക്കണ്ട തന്നെ അടിച്ച അമ്മനെ ഇങ്ങട് மார்க்கர் பண்ணிட்டு இருக்க பாரு பின்னாடி ஆ கார் கேட சூப்பர் அண்ணா இவமாரே கேட ദേ അമ്മ റോഡിൽ നിൽക്കുന്നേ. കേഴ അമ്മക്ക് ചില്ലറ അല്ലല്ലോ. അമ്മക്ക് 2 ദിവസമായിട്ട് ഓപ്പണിൽ പോണ്ട.
ഓപ്പണിംഗ് കളിക്കില്ല കവർ ഗ്യാങ് ഹൗസിൽ ഫയർ ഇല്ലെന്നോ? ഏത് ഗ്യാങ് ഹൗസിൽ? ഗ്യാങ്ഡർ സൂര്യനോ? ഗ്യാങ്ഡർ സൂര്യ എനിക്ക് കാലില്ല. ഇതാണ് എന്താണ് വണ്ടി എടുക്കാൻ ഞാൻ വെളിയിലല്ലേ? ആ വണ്ടി എടുത്തോണ്ട് കഴിയല്ലേ സാറേ? ബ്രോ എന്തേലും പ്രശ്നമല്ല സാർ? എന്തേലും പ്രശ്നമുണ്ടോ നമ്മളായിട്ട്? എന്താ പ്രശ്നം മനസ്സിലാവണില്ലല്ലോ സാറേ. സാറിന്റെ പ്രശ്നം എന്താ? നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് പീടി കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അടിക്കുന്ന പ്രശ്നം സാറിന്റെ. മറ്റേ വണ്ടിയാണ് ട്രാക്ക് അതിന്റെ അകത്തൊരു പീടി ഉള്ളത്. EMS വന്നിട്ടുണ്ട്, EMS വന്നിട്ടുണ്ട്. നീയൊക്കെയാണല്ലോ അഡ്മിൻസ്. പോയി ബാൻ ഇട്ടിട്ട് പോവാ. എനിക്ക് ബാൻ ഇട്ടിട്ട് പോവാ. എത്ര പറഞ്ഞാലും നന്നാവാത്ത കുറെ വാണങ്ങൾ. மேல இருக்கணும்டா ஒருத்தராச்சும் மேல இருந்தா இன்ஃபோ சொல்ல முடியும். എനിക്ക് വേറൊരു ഞാൻ ഈ ട്രാക്ക് ചെയ്യണ വണ്ടി ഈ വണ്ടി മാറ്റണോ? ഈ വണ്ടി ഭയങ്കര ശോകോ. ഇത് അങ്ങനെ ഇങ്ങനെ പോവാൻ പറ്റൂല. അടുത്ത പീടി വണ്ടി അങ്ങോട്ട് വരുന്നുണ്ടേ. മീനൂട്ടി വരുന്നവരെ വാർ. അത് കഴിഞ്ഞ എന്റെ ലവ് അതിൽ നിന്ന് കാണാൻ പോണേ. എവിടെ എവിടെ ഈ മാർക്ക് മാറ്റിയേ? എവിടെ ബാക്കിലോ? അല്ല എവിടെ കുത്തിന്ന് പറഞ്ഞമാര്? തന്തയില്ലാത്തവൻ എല്ലാത്തിനും പറഞ്ഞു വിടറാ. ചന്ദ്ര ഓൻ പറയുവാ വണ്ടി ഓടിച്ചിട്ട് വരാന്ന്. എന്നിട്ട് നമ്മ അവരെ ചെയ്ത് ചെയ്തപ്പോ പീടി വന്നു ബാക്കില്. അവിടെ പിങ് കാണുന്നുണ്ട്, പിങ് കാണുന്നുണ്ട്. പുറകിൽ ഒരു നേരെ നേരെ വിട്ടു. നമ്മുടെ മയിൽപ്പറിയും കൊണ്ട് നടക്കുന്നത് ആരാടാ? നമുക്ക് നല്ലൊരു വണ്ടി എടുക്കാടാ. ഈ വണ്ടിക്ക് ഭയങ്കര ബൗൺസിങ്. നിങ്ങൾ താരൊന്ന് ഓടിച്ചു നോക്ക് ജസ്റ്റ് ഒന്ന് ഈ വണ്ടി, അപ്പൊ മനസ്സിലാവും. അതിലെന്തിന്റെ എഞ്ചിനാ ഇരിക്കുന്നേ? സൂപ്പറാടാ സൂപ്പറാടാ. നല്ല രസം. ചില്ലറക്കാരിയല്ല. നീ ആരാ? നീ അരമണിക്കൂറായി നിന്റെ പുറകെ. അതൊക്കെ നീ ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ടേ? നീ ഒന്ന് അരമണിക്കൂറായി നീ സിറ്റി മൊത്തം കറങ്ങണേ. അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും വണ്ടിയൊക്കെ ശരിയാവോ? ഇത് യു ആർ ടു ഫാർ ഫ്രം പമ്പ്. കൊമ്പന്റെ നിന്നെ ഇന്നത്തോടെ ഞാൻ മേയ്ക്കും ഇവനെ. ഈ വണ്ടി തൊട്ടടുത്ത് ഗറാജ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ആ തൊട്ടടുത്ത് മുതുക്കല്ലേ? എടാ ഞാനിപ്പോ വരാവേ. ഈ വണ്ടി കൊള്ളാലോ. ഓ വരാം 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 വരാം. നിന്നെ ഞാൻ വന്നിട്ട് എടുത്തോളാ. ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് വരും. ആ കിടക്കുന്ന കണ്ട അവൻ നമ്മുടെ ട്രക്ക് എടുത്തോണ്ട് പോയി. അവൻ നമ്മുടെ ട്രക്ക് എടുത്തോണ്ട് പോയിട്ട് അവൻ ഇപ്പൊ ഓടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അവൻ വണ്ടി ഓടിച്ചിട്ട് തരാന്ന് പറഞ്ഞ അവൻ എടുത്തോണ്ട് പോയി. അടിച്ചോണ്ട് പോയി നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി അടിച്ചോണ്ട് പോയിട്ട്
പീഡിയുടെ ഫ്രണ്ടില് അവിടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ സിറ്റി സൈഡില് പീഡി ഉള്ളിടത്ത് മാത്രം പീഡി ഉള്ളിടത്ത് ചെല്ലുക, വണ്ടി തിരിക്കുക, വരിക. പീഡിയുടെ കൂടി ഇങ്ങനെ എഴഞ്ഞ് മുട്ടി ഇങ്ങനെ മാത്രമേ അവൻ നടക്കുള്ളൂ. ഹെലിയിരുന്ന് കണ്ടെന്നാ അവൻ പീഡിനെ പിക്ക് ചെയ്തിട്ട് പീഡി കൊണ്ട് ഡ്രോപ്പ് ചെയ്യണേ. അത് പറഞ്ഞോട് എന്റെ POV അതില്ല, പറഞ്ഞോട്. എന്റെ POV പീഡിനെ പിക്ക് ചെയ്തിട്ട് പീഡി കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു, പീഡിനെ നമ്മുടെ വണ്ടി എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തോണ്ടിരുന്നു. എന്നിട്ട് ഈ വണ്ടി എടുത്തോണ്ട് പോയി ഇവ പീഡിക്ക് ചുറ്റും വലം വെക്കണ. വലം വെക്കുക തിരിച്ചു വരുവോ, വലം വെക്കുക തിരിച്ചു വരുവോ. ഞങ്ങളുടെ കയ്യിൽ ഒരു അണ്ടിവണ്ടി കൊണ്ട് ഞാൻ അവിടെ മൊത്തം കറങ്ങി. എന്നിട്ട് നിർത്താൻ പറ്റുമോ, ഇറങ്ങാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് ഇവനെ ഇവിടിട്ടാ പിടിച്ചത്. അരമണിക്കൂറായി ഇവന്റെ പുറകില. പീഡി വന്ന് നമ്മളെ തല്ലി. അവിടെ വണ്ടി ഇട്ടപ്പോ നമ്മൾ ഇവനെ അടിച്ചത് കണ്ടോണ്ട് പീഡി വന്ന് നമ്മളെ തല്ലി. അങ്ങനെയാണ് സിറ്റുവേഷൻ ഉണ്ടായത്. വണ്ടി എടുത്തോണ്ട് അവനെ ഒന്ന് കണ്ടു നോക്ക്. കള്ളനല്ലേ അവൻ. നിന്റെ പേരെന്തിന്? മിസ്റ്റർ മുടി വളർത്തിയാളൊന്ന് എന്റെ കൂടെ ഒരു മിസ്റ്റർ മുടി വളർത്തിയാൽ എന്നെ ഞാൻ കൂടെ വന്നോട്ടെ. എനിക്ക് അല്ല ഒരു മിനിറ്റ് പോകുന്നതിന് പേരെന്ന് പറഞ്ഞിട്ട് പോടാ. പേര് പറഞ്ഞിട്ട് ദൈവം ഒരു മിനിറ്റ്, ദൈവം ഒരു മിനിറ്റ്. പേര് പറയണ. നീ പേര് പറ. കൈവക്കിട്ട് പേര് പറഞ്ഞിട്ട് പോയാ മതി. പറയടാ, പേര് പറയടാ. നിനക്കെന്താ എത്ര മടി? നിന്റെ വായിക്കാത്ത സാമാനല്ലേ? ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ പേര് പറ. എന്താ ട്രെയിനാ? നിനക്ക് സംസാരിക്കാറിലൂടെ? ഇവൻ പീഡിയിലുള്ളവനാണോ? ഇവൻ പീഡിയിലുള്ളവനാണോ? അറിയത്തില്ല. പീഡിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ പീഡിയുടെ കോൺട്രാക്ട് വല്ലതും എടുത്തിട്ടുണ്ടോ? ഒരു ചെറിയ കാര്യം അവൻ ചോദിക്കട്ടെ. ബാക്കിലോട്ട് വന്നൂടെ ചോദിച്ചോട്ടെ. ആദ്യം ചോദിച്ചോട്ടെ. നമുക്ക് PD സർവീസ് എന്തോ സാറേ കേട്ടില്ല. ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് നിങ്ങൾ ക്യാരി ഓൺ ചെയ്ത് അവിടെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരനെ. നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ. എന്തോ കേട്ടില്ല. പുള്ളിക്കാരനെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ. അല്ല സാറെങ്ങനെ ഇവിടെ വന്നെന്ന് പറഞ്ഞേ? നമുക്ക് സർവീസ് ആപ്പ് ഇല്ലേ PDയുടെ, അതിനകത്ത് കോൾ വന്നു ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറിന് ഇവിടെ കൊന്നിട്ട് അവിടെ കോള് പോവോ? അവിടെ സാറ് ചത്തെന്ന് പറഞ്ഞു. നമുക്ക് അല്ല സാർ എന്താ പ്രശ്നം? നമ്മള് കുറെ ദിവസമായിട്ടില്ല, 2 ദിവസമായിട്ട് നമ്മള് നമ്മുടെ പുറകെ തന്നെ നടന്നോണ്ടിരിക്കണത്. പീഡി വണ്ടി എടുത്തോ. നീ പീഡി വണ്ടി എടുക്കല്ലേ? പീഡി വണ്ടി എടുക്കല്ലേ? എടാ വണ്ടി വന്നടാ. വർത്താനം ബാബാ ഗ്യാങ്ങോട്ടോ. അവനങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നിരിക്കണം. മോനെടാ കുട്ടാ, പീഡിക്കാരൻ നിന്റെ ഫ്രണ്ട്സ് ആണോടാ? നീ ഡ്രോപ്പ് ചെയ്യാനൊക്കെ. അല്ലടാ, ഇവന്മാർക്കൊന്നും ഇവരൊന്നും വാ തുറക്കൂലടാ. നിനക്കൊന്നും വാ തുറക്ക അറിഞ്ഞൂടെടാ? നീക്കൊന്നും വായില്ലാതാണ് ഇവിടെ കളിക്കുന്നേ. നീ വലിയ ആറ്റിറ്റ്യൂഡ് ഇറക്കലാണ്. നിനക്ക് ഞങ്ങള് മര്യാദ സംസാരിച്ചോണ്ടിരുന്നപ്പോ നിനക്ക് എന്താ വാ തുറന്ന? നീ വാ തുറക്കാതിരുന്നിട്ട് പിന്നെ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ? ഞാൻ പൊട്ടനാണ്. നീ പറഞ്ഞാലേ കേൾക്കും. നിന്റെ വായിക്കാത്തൊന്നും എന്തായാലും വെളിയിലോട്ട് വരണം, എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു അലപ്പില്ലായിരുന്നു. നിന്നോട് 1000 വട്ടം ചോദിക്കുമ്പോഴും നീ എന്തേലും വാ തുറന്ന് പറയണം, മനസ്സിലായ? മര്യാദ സംസാരിച്ചാൽ എന്താ? നീ പീഡിയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് എന്തിനാ? അത് പറ. ഊബറാണോ? എന്തോ അല്ല, നീ എന്തോ ഊബർ? പീഡിക്ക് എന്തോ മറ്റേ റേഡിയോ ഒന്നും ഇല്ലേ? കുടി കിടക്കണ ആ വണ്ടി നീയല്ലേടാ? ആ വണ്ടി നീ എന്തിനാ എടുത്തോണ്ടോ? ഇത് ആ വണ്ടി നീ വഴി കൂടെ ഒരാള് പോകുമ്പോ അവന്റെ മുണ്ട് പറിച്ചിട്ട് ഞാൻ ഇതൊന്ന് എടുത്തു നോക്കിയിട്ട് തിരിച്ചു കൊണ്ട് തരാന്ന് പറഞ്ഞ് പോടാ. നിന്റെ നിന്റെ സൂക്കടയും തീർത്തു തരാൻ ഇപ്പം വെയിറ്റ്. നിന്റെ മുണ്ട് നിനക്ക് ഇല്ലാത്തതെല്ലാം ഞാൻ ഇന്ന് മേടിച്ചു തരാൻ. നിനക്ക് അതെ എടാ, ഇങ്ങനെ വായി കിട്ടി ശീലമുള്ളവർക്ക് ഇത് പറയാടാ, മനസ്സിലായില്ലേ? കൊറേ കിട്ടുമല്ലേ, അപ്പൊ ഇങ്ങനെ വലിയ ഇതുണ്ടാവില്ല, മനസ്സിലായില്ലേ? കിട്ടി വയ്യാണ്ടായന്റെ, മനസ്സിലായില്ലേ? ഇനിയും കീറും നീ, മനസ്സിലായില്ലേ? നീ ഇങ്ങനെ ഇരുന്ന് കീറിക്കൊണ്ടേ, നീ അത് മനസ്സിലാക്കി.
ചെയ്യാൻ പറ്റാൻ പോകുന്നില്ല. അത് നീ ആദ്യം മനസ്സിലാക്കി. ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ നിന്റെ കുടുംബ വീട്ടിൽ നിന്ന് നിന്നെ നോക്കാൻ ഏൽപ്പിച്ചതല്ല എന്നെ, മനസ്സിലായോ? നീ പറയുമ്പോ എല്ലാം ചെയ്യാം. കേറി ബാക്കിലോട്ട് ഇരിക്കടാ അച്ചിപ്പട്ടി, കേറിങ്ങോട്ട് കേറിങ്ങോട്ട്. നിന്നെ അങ്ങ് കുലുക്കി തരാം നല്ല പോലെ. നിനക്ക് വെയിറ്റ് നിനക്ക് കുലുക്കി തരാം, വെയിറ്റ്. ബാത്റൂം കഴിക്കടാ, ബാത്റൂം കഴിക്കാം. അല്ല നീ ക്ലീൻ ആക്കിയിട്ടൊന്നും പോയത്. റീസിന് പകരം നിന്നെ ഇനി എവിടെ കണ്ടാലും കക്കൂസ് കഴിയുന്ന നാട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ച് കാണിച്ചു തരാം, വെയിറ്റ്. ഭാഗത്തോട് കൊണ്ടുവിടാ ഇവനെ കൊണ്ട് കക്കൂസ് കഴിപ്പിച്ചിട്ട് വിട്ടാ അത് കൊണ്ട് കഴിപ്പിക്കും. ഒരു ചടങ്ങുണ്ട് ബാബാ. ഞാൻ എന്ത് പറയണേ, ഇത് ചെയ്യുന്നതിന് കാരണമുണ്ട് കേട്ടോ. പീഡിയിലുള്ളവന്മാർക്ക് വല്ലാത്ത കഴിയാണ്. കുറച്ച് ദിവസമായിട്ട് പീഡിയിലുള്ളവന്മാർക്ക് ഭയങ്കര കഴി. പീഡി പറയണത് എന്തോന്നറിയാവോ? ഇനി ടിവിക്ക് RP കൊടുക്കുന്നില്ലെന്ന്. ഓയ് എനിക്ക് ഡെയിലി ഞാൻ ലൈവ് വരുമ്പോഴേ എനിക്ക് 1 കിലോ പീഡി ഇങ്ങനെ തരും. ഇന്നത്തെ 1 കിലോ RP, 1 കിലോ RP, 2 കിലോ RP ഇങ്ങനെ തരും എനിക്ക് ഡെയിലി. ഇവനൊക്കെ അതിനകത്ത് മര്യാദക്ക് സംസാരിക്കുന്ന 2-3 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവന്മാരുടെ വിചാരം ഗ്യാങ് ആണെന്നാ. ഈ സിറ്റിയിലെ പീഡി എങ്ങനെയാണെന്ന് അറിയാം. അറ്റ്ലീസ്റ്റ് ഒരാളുടെ അടുത്ത് നമ്മളെ ഈവൻ തോ പിടിച്ചോണ്ട് പോയ പോലെ സാറെന്ന് വിളിച്ചാൽ സംസാരിക്കുന്നത്, മനസ്സിലായ? ഇവന്മാരങ്ങനല്ല. അടിച്ചിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് പീഡി ബിച്ചസ്, ഇറ്റ്സ് പീഡി ഹാക്കർ. ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. ഗ്യാങ് ആണെന്ന് ഇവന്റെയൊക്കെ വിചാരം. സിറ്റിയിലെ പീഡി എങ്ങനെ കളിക്കണമെന്ന് ആദ്യം പോയി പഠിച്ചിട്ട് വരട്ടെ ഇവനൊക്കെ. എടാ നീ ഐസ്ക്രീം ആക്കിയിട്ടുണ്ടോ? ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? സിമ്പിൾ. നിന്റെ വേറെ വല്ലതും കാണിച്ചു കൊടുക്കാനാ. നീ നിന്റെ പീടി പോയി ഏതെങ്കിലും ഒരുത്തിനെ വിളിച്ചോണ്ട് പോവാ. ഞാൻ അന്നേരം അതുവരെ നീ ഇവിടെ ഇങ്ങനെ നിൽക്കും. കണ്ടല്ലോ മണ്ടേ വന്നാ കണ്ടോ? നീ വായിക്കാറിയോ? പഠിക്കാൻ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. എന്നാ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. മേലിൽ നിന്ന് എഴുതി കാണിച്ചെന്ന് വെച്ചാൽ ഹോസ്റ്റേജ് ആയിട്ടിരിക്കുമ്പം പേടി കാണിക്കണമെന്ന്. മിനിമം പേടി കാണിക്കണം, അല്ലെങ്കിൽ ഈ സിറ്റിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അറിയാത്ത സംഭവം എങ്ങനെ ഞാൻ ചെയ്യും? ഞാൻ പറഞ്ഞുതരാം. ഏതാ ഇടണ്ടേ? F4 മസിലല്ലേ? F4 മസിൽ എടുത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോക്കോളാം. മിസ്റ്റർ ഹോസ്റ്റേജ് ആയിട്ട് നിൽക്കുന്ന ആള്, നിങ്ങളുടെ ഹോസ്റ്റേജ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് ആണ്. നിങ്ങൾ അവരും പറയുന്ന കാര്യങ്ങളുമായിട്ട് കംപ്ലൈന്റ് ചെയ്യാത്ത അത്രയും ടൈം കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അവൻ അറിയത്തില്ല. സഹകരിക്കണമെന്ന് കേട്ടോ. 30 മിനിറ്റ് വിവരമില്ല. സ്കൂളിൽ പോവാത്ത അച്ചിപ്പട്ടിയാണ്. 30 മിനിറ്റ് എന്താ നമ്മൾ പറയുന്ന സഹകരിച്ച് നിൽക്കണം കേട്ടോ. അതാണ് ദൈവം പറഞ്ഞത്. ഒരു സെക്കൻഡ്. ഇപ്പോ നിങ്ങൾ ഹോസ്റ്റേജ് എടുത്ത് എന്റെ POVയിലുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:53. 11:53 ബ്രോ ഞാനൊന്ന് സംസാരിച്ചോട്ടെ പ്ലീസ്. അപ്പൊ 10:53 ഡിസേർവ്ഡാ കുറച്ച് ദിവസമായിട്ട്. ഇങ്ങനെയല്ല സ്പീഡ് കളിക്കണ്ടേ. നിങ്ങൾ ഭരചന്ദ്ര സാറിനെയൊക്കെ എല്ലാ സിറ്റുവേഷനിലും മുന്നിൽ കാണുന്നതല്ലേ. പുള്ളിയൊക്കെ RP കളിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടോ? ഡൗൺ ആയി പീഡിയാ. അവര് ഡൗൺ ആയി. ഇവന്മാരങ്ങനല്ല. ഇവന്മാരുടെ വർത്താനോ ഇതും കേക്കണം. ഇവന്മാരുടെ പീഡിയാണെന്ന് പോലും. ഞാൻ എല്ലാ PDയും സാറേന്ന് വിളിച്ചാൽ സംസാരിക്കുന്നത്. എല്ലാ PDയും അല്ലാത്ത ഒരു എടുത്ത് കാണിച്ചു തരട്ടെ. ഞാൻ എല്ലാ PDയും അങ്ങനെ തന്നെ സംസാരിക്കുന്നത്. തിരിച്ച് അവന്മാരുടെ സൈഡിൽ നിന്ന് റെസ്പെക്ട് വരണം. സിറ്റിസൺസിന്റെ അടുത്തും ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്തും. 2 മിനിറ്റ് ബ്രോ ഇവിടെ 10:55 തൊട്ട് 11:25 വരെയാണ്. ഭരചന്ദ്ര സാറൊക്കെ PD കളിക്കുന്ന കണ്ടാ നമ്മൾ വിചാരിക്കും മറ്റേ യഥാർത്ഥ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന്. പറയാതിരിക്കാൻ വയ്യ. ഞാൻ മറ്റേ വേലായുധം എന്ന് പറയുന്ന RP കളിച്ച സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ പുള്ളിയുടെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭരചന്ദ്ര സാറിന്റെ ആ ഒരു ഇത്. ഫ്രണ്ടിൽ നിന്ന് മാറിയടാ. അങ്ങോട്ടും കൂടെ തുറന്നാ വരുമല്ലടാ. ഒരാള് വന്നായിരുന്നു. വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞു? അപ്പൊ അവര് പറഞ്ഞു നമ്മളാണ് പീഡിയകത്തോട്ട് ഫയർ ചെയ്യുന്നത് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ അളിയാ. ഇവൻ PDയെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുവിടുന്നു. PD ഉള്ളിടത്ത് മാത്രം കിടന്ന് കറങ്ങുന്നു. എന്നിട്ട് ഇവൻ ലാസ്റ്റിൽ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ നിന്ന് വെടി വന്നപ്പോഴാണ് വെടി വെച്ചതെന്നാണ് ഇവന്മാർ എന്നോട് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. അത് ഞാൻ കണ്ടില്ല. വെടി വെച്ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇറങ്ങി അടിച്ചത്. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. റേഡിയോയില് എല്ലാരും ബാക്കി ഒന്ന് സൈലന്റ് ആയി എല്ലാരും.
എടാ അവിടെ കിടന്ന് അലക്കുന്നവന്മാരൊന്ന് സൈലന്റ് ഞാൻ പറയുന്ന കാര്യം കേട്ടെ. എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലടാ റേഡിയോയില്. റേഡിയോയില് എടാ പീഡിയാണോ ആദ്യം ഫയർ ചെയ്തത്, നമ്മളാണോ ആദ്യം ഫയർ ചെയ്തേ? അല്ലാണ്ട് ഇവനെ ഫയർ ചെയ്തപ്പോ പീഡിയാണ് നിങ്ങൾ പീഡിക്കാത്തോണ്ട് അവനെ ഫയർ ചെയ്തപ്പോ ഫയർ അതിന്റെ അകത്ത് പോയെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളാണ് ആദ്യം ഫയർ ചെയ്യുന്നത്. ഇല്ല നമ്മൾ ഇവനെയാ വെടിവെച്ചത് ചന്ദ്ര, ഇവനെ വെടിവെച്ചപ്പോഴാണ് പീഡി നേരെ ഇറങ്ങി പീഡിക്ക് ചോദിക്കാലോ ചന്ദ്ര എന്തിനാ വെടിവെച്ചെന്ന്. നമ്മളെ നേരെ ഇറങ്ങി വെടിവെച്ച് പീഡി. ഇവൻ ശരിക്കും പീഡിയാണോ ഇവൻ? അവരവിടെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അത് പറയാം. അല്ല നമുക്ക് വാണിയും തരാം ചന്ദ്ര. അതിന്റെ മുമ്പേ ഇറങ്ങി എന്നെ വെടിവെച്ച് എനിക്ക് 2 ഹെഡ് കിട്ടി. ഞാൻ ചാവേണ്ടതായിരുന്നു. ബാക്കിയുള്ളവർ പീഡിയാണ്. അത് നമുക്ക് ആർപ്പിക്കാത്ത പറയാൻ പറ്റില്ലടാ. നമുക്ക് ആർപ്പിക്കാത്ത പറയാൻ പറ്റില്ല, മനസ്സിലായോ? അവന്റെ സിറ്റിസൺ ക്യാരക്ടറിലാണോ കളിക്കുന്നത്, സെക്കൻഡ് ക്യാരക്ടർ സിറ്റിസൺ ക്യാരക്ടറിലാണോ അവൻ കളിക്കുന്നത്. അപ്പൊ അവനെയും പീഡിയും മാറ്റി നമുക്ക് ഇത് ചെയ്ത് ആർപ്പി കളിക്കാൻ പറ്റൂല. വണ്ടി എടുത്തോണ്ട് പോയതിനെ പിടിച്ചോണ്ട് പോയത്. ഒന്നും വേണ്ട, വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ട, ഒന്നും വേണ്ട, ഒന്നും നീ സിറ്റി വന്നിട്ട് എത്ര നാളായടാ? ഞാൻ കൊറേ നാളായി. എന്നിട്ട് നിനക്ക് ഇതുവരെ ഇതൊന്നും കഴുകാനും എടുക്കാനും അറിയത്തില്ല? നീ നിന്റെ വീട്ടിൽ കക്കൂസ് ഒന്നും ഇല്ലേ? ഞാൻ മെയ്ഡിനെ വെച്ചിട്ടുണ്ട് കഴിവ്. മെയ്ഡിനെ വെച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, നീ ഇനി എത്ര നേരം നിന്നാലും നീ ഇവിടുന്ന് ഇത് കഴുകിയിട്ടേ പോകത്തുള്ളൂ. കാണിച്ചു തരാം. നീ പോയിട്ട് നിന്റെ പീഡിക്കാത്തൊന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് വാ, എന്നിട്ട് അവനെ കൊണ്ട് കാണിക്കാം. അല്ലാത്ത പ്രശ്നം നീ ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞു തരാം. നീ ഫംഗ്ഷൻ F4 മസിൽ ഞെക്ക്, നിന്റെ F4 മസിൽ ഞെക്ക്. ഇതൊക്കെ അഹങ്കാരാണ് ബ്രോ. നിന്റെ F4 മസിൽ ഞെക്ക്. അവിടെ ക്ലീൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് സെർച്ച് ചെയ്യ്. CLEAN. ചന്ദ്ര അറിയത്തില്ലായിരിക്കും. CLEAN. നീ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കക്കൂസിന്ന് വെള്ളം എടുത്ത് മുഖം കഴിയണം എന്തിന്? അതിനല്ലേ പറഞ്ഞ അതൊന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്യണ്ട. ഇത് ജസ്റ്റ് തുടച്ചാ മതി. ഇത് വെച്ച് നീ ജസ്റ്റ് തുടച്ചാ മതി. നീ മുഖം ഒന്നും കഴിയണ്ട, നീ വാരി കഴിവൊന്നും വേണ്ട, അത് തുടച്ചാ മതി. ഇതിൽ കൂടുതൽ എന്ത് പുഴുക്കാനാടാ നീ? ഇതിൽ കൂടുതൽ എന്ത് പുഴുക്കാനാ? പറയണത് ചെയ്തിട്ട് പോ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒന്ന് പുഴുക്കേണ്ടി വരും. പറയണത് ചെയ്തിട്ട് പോ. അങ്ങോട്ട് തിരി. അത് ചെയ്തിട്ട് പോ. നീ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ടല്ലോ. കുറച്ച് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയതാ കേട്ടോ. മറ്റേ ക്ലീൻ പറഞ്ഞപ്പോഴേ മറ്റേ വേറെ ഞെക്കിയതാ. കറക്റ്റ് വാരി കുടിക്കുന്നതാ വന്നത്. വാരി കുടിക്കുന്നതാ വന്നത്. കുറച്ച് ഓവർ സ്മാർട്ട് ആക്കാൻ നോക്കിയതാ പയ്യൻ. ഒന്നും കൂടി തീട്ടാൻ പറ്റിയ അവസ്ഥ. ഇനിയിപ്പൊ നിന്നെ സിറ്റിയിൽ എവിടെ കണ്ടാലും അപ്പിക്കണ്ടിന്ന് വിളിക്കൂടോ കേട്ടോ നാട്ടുകാര്. എടാ ലൈവ് ഇട്ട് കാണിച്ചു നാട്ടുകാരോട് അറിയട്ടെ. അയ്യോ ചാർജ് ഇല്ലല്ലോടെ. എന്റെ സൂക്കേടൊക്കെ തീരട്ടെ. സിറ്റീസ് ന്യൂ അബ്ബാസ് പുതിയ അബ്ബാസ് സൂക്കേടൊക്കെ തീരട്ടെ. ഇല്ല ഇത് ഒരു ദിവസം അല്ല 3-4 ദിവസം ആയടാ. അതുകൊണ്ടാ 3-4 ദിവസമായി. ന്യൂ അബ്ബാസ് ലൈവ് വന്നിട്ടുണ്ട്. ലൈവ് നോക്കട്ടെ. സൂപ്പർ ചാറ്റ് ചെയ്യാം. സ്ട്രീം ന്യൂ അബ്ബാസ് നോക്കൂ. ഞാൻ അങ്ങനെ തന്നെ. ഇത് നമ്മുടെ ഫ്രീസ് എന്നാണ് ഇയാളുടെ പേര്. പ്രൊഫഷണൽ നമ്മുടെ ആണല്ലോ. കക്കൂസുകൾ കഴുകി വൃത്തിയാക്കി കൊടുക്കും. കക്കൂസുകൾ കഴുകി എല്ലാവർക്കും വൃത്തിയാക്കി കൊടുക്കും. അങ്ങനെ തന്നെ. ഏത് ക്ലീനിങ്ങും, കക്കൂസ് ആയിക്കോട്ടെ, സെപ്റ്റിക് ടാങ്ക് ആയിക്കോട്ടെ, ഏത് ക്ലീനിങ്ങിനും ഫ്രീസ്. നിന്റെ ഓവർ സ്മാർട്ട്നെസ് നിന്റെ കയ്യിൽ വെച്ചിരുന്നാണ്. അങ്ങനെ തന്നെ കഴുകി. ആ അബ്ബാസിന്റെ പേരെന്താന്ന്? ഡൊമിനിക് ബാസ്റ്റിൻ. അളി ഇത് ആരളിയാ? ആറ്റിറ്റ്യൂഡൊക്കെ നോക്കിയവന്റെ. കഴുകുന്നതിന്റെ ഇടയിൽ തന്നെ നൃത്തം ചെയ്യുന്ന നീഗന്റെ കുണ്ടിയും തുടത്തി വൃത്തിയായി കൊടുക്കുന്നു. വെരി
വെരി പ്രൊഫഷണൽ. എന്തൊക്കെ തരം ആൾക്കാരാണോ. എന്നിട്ട് മ്യൂട്ടി പീടി കയറി ഗ്യാങ് ആർപി കളിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ്. ഒരു സംശയമില്ല, ഒന്നുകൂടെ പറയുവാണ്, ഇനി ഇത് ചെയ്യും. ഇനി ഞങ്ങൾ കിട്ടിയത് തന്നെ ചെയ്യുള്ളൂ. പീടി കയറിയിട്ട് ഗ്യാങ് ആർപി കളിക്കുന്നവന്മാരുടെ അടുത്ത്, ബാക്കി പീടി ഉള്ളവർക്ക് മര്യാദ റെസ്പെക്ട് ചെയ്യുക. പീടി കയറി ഗ്യാങ് ആർപി കളിക്കുന്നവന്മാരല്ല ഇതുപോലെ ഓരോന്നിനും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഒരു സംശയമില്ല. ഓരോ ദിവസം ഇവന്മാരെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യണ രീതി നിങ്ങൾ ഇതിപ്പോ തോന്നുന്നു, നിങ്ങൾക്ക് തോന്നുന്നു ഇത് ലൈക്ക് ഇവനെ അബ്യൂസ് ചെയ്യണത് പോലെയാണ്. പക്ഷെ നേരെ തിരിച്ചാ കേസ്. ഇവന്മാര് തിരിച്ച് കാണിക്കുന്ന മാസടി ഭയങ്കര 3-4 ദിവസമായി ഇത്. 3-4 ദിവസം. എടാ ഞാനൊരു കാര്യം പറയട്ടെടാ, അവൻ്റെ അടുത്ത് എക്സ്റ്റാറ്റിലെ സോറി ഇട്ടിട്ട് പോകാൻ പറയടാ. മതി വിട്ടേരെ. ടോർച്ചർ വേണ്ട. ഇറക്കി അവനെ ഇറക്കിക്കൊണ്ടോ. ഇവിടെയും പാട്ടടാ. ഫോണൊന്നും ഇതാരുടെ പാട്ടിടണേ. ഇവന്റെ ഫോൺ എന്റെ കയ്യിലുണ്ട്. ആ ഫോണിലാണെങ്കിൽ 5 കോടി രൂപ ഉണ്ട്. ഇത് ആരുടെ പാട്ടിട്ടേക്കുന്നേ. അവനെ കൊണ്ട് സോറി ഇടിപ്പിച്ചിട്ട് പോയാ. സോറി ടി വി, ഇനി എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് അതാ പറഞ്ഞേ. സോറി ടി വി എന്ന് പറഞ്ഞിട്ട് അടിക്ക്. ഈ സിറ്റുവേഷനിൽ കാരണം ആൾക്കാർ കുറെ എന്നെ വിളിച്ചു ഫെലിമേടൊക്കെ ഉള്ള സമയത്ത് പേടി നൈസായിരുന്നു. അതൊക്കെ അത് ശരിയാടാ. ഇത് നമ്മളൊന്നും ചെയ്യില്ല. നമ്മ വാസവന്റെ കൂടെ നടക്കുവായിരുന്നു. ഇവനാണ് വണ്ടി എടുത്ത് ഇമാതിരി കഴിച്ചത്. പീഡിയിലെ മാർക്ക് വെക്കാം. ആ സംസാരിക്കാം. അല്ല ഇവനെ പറഞ്ഞു വിട്ടോ. ഇപ്പൊ ഇവനെ പറഞ്ഞു വിട്ടോ. ഇവന്റെ സ്വഭാവം വെച്ച് ഇവൻ പുറത്തു വിട്ട് വീണ്ടും നടന്നോട്ടെ. വരട്ടെ. അത് പുറത്തെ കാര്യം നമുക്ക് സംസാരിക്കണ്ട. അവൻ എന്തോ വെച്ചാൽ ചെയ്തോട്ടെ. ഇവൻ ആരാ നമുക്ക് അറിഞ്ഞൂടല്ലോ. സിറ്റിസൺ അല്ലേ. ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ താത്തിയിടാണ്. വണ്ടി എടുത്തോണ്ട് പോയ തെറ്റ് നിനക്ക്. ബാക്കി തെറ്റൊക്കെ ഞങ്ങൾ വെളിയിൽ മനസ്സിലാക്കി തരാം. ചെയ്ത തെറ്റൊക്കെ മനസ്സിലായ. നീ തൽക്കാലം എന്ത് ചെയ്ത തെറ്റിന് ഒരു സോറി ടി വി. ഇനി ഞാൻ അങ്ങനെ ചെയ്തില്ല. വണ്ടി കയറ്റിയാണെന്ന് പറഞ്ഞേ. വണ്ടി കയറ്റി നീ അവിടെ കൊണ്ട് ഇറക്കിയായിരുന്നല്ലോ. ഞാൻ തന്നെ വണ്ടി ഇടിച്ചപ്പോഴത്തേക്ക് കൊണ്ടുപോയി എനിക്ക് പള്ളിയോ. ഇപ്പൊ വള്ളിയായില്ലേ. വെറുതെ വന്ന് കക്കൂസും കഴുകി എല്ലാം പിടിച്ചിട്ട് പോയിട്ട് നിനക്ക് വള്ളിയായില്ലല്ലേ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു സോറി കൂടി ഇടും മോനെ, എന്നിട്ട് പോയാ മതി കേട്ടോ. സോറി ടി വിയെ ഇനി ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല എന്നിട്ടറി. അങ്ങനെ തന്നെ ഇടണം നീ. സോറി ടി വിയെ ഇനി ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല എന്നിട്ട് ഇട്ടിട്ട് പോ. സ്പെല്ലിങ്ങും എല്ലാം തെറ്റാണെങ്കിലാണേ അടിച്ചു നിന്റെ പഠിച്ചിട്ടില്ലെന്നങ്ങനെ പറഞ്ഞു. ഇത് താഴെ പൊത്തിയെടുത്ത് മേലോട്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അതും കൂടെ മുറി കേട്ടണോ നിന്നോടാ. ഇവ എന്നെ തോളത്തെടുത്തോണ്ട് ഓടണം. വേണ്ട ഞാൻ പറഞ്ഞില്ല. ഇത് വിട്ടിട്ട് ഇതോടെ ചെയ്ത് നിനക്ക് പോവാവേ. വെറുതെ എനിക്ക് കൂടുതൽ പറ്റിയില്ല. ഇവനെ വിട്ടേടാ. ഇത് മതി. പിന്നെ ആവശ്യത്തിനുള്ള നമ്മൾ കൊടുത്തു കഴിഞ്ഞു. വേഗം വിട്ടെ. വിട് പോട്ടെ. നമുക്ക് പിടിക്കാം. കിട്ടിയേ വീണ്ടും കിട്ടി. കുഴപ്പമില്ല. എടുത്തോണ്ട് പോകാനായിരുന്നു പുറത്തിരുന്നു. ബ്രോ പീഡിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ല മച്ചാൻ. അവിടെ പോയാലും വിളിച്ചു അങ്ങനത്തെ പറയുന്നിട്ട് അവര് പീഡിയിൽ ആരെങ്കിലും അറിയാവോ? പീഡിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ മച്ചാനെ? എടാ നീ സോറി ഇടറാ. നീ എന്താ സോറി ഇടാത്തെ?
സോറി ടിവിയെ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ആഹാ ലെറ്റ്സ് ഗോ. പ്ലീസ് അണ്ണ നിനക്ക് അടുത്ത പോക്കൃത്തരം കാണിക്കുമ്പോ നിനക്ക് ഇത് ഓർമ്മ വരണേ. കുഴപ്പമില്ല, രണ്ടു ദിവസം ഉറങ്ങാൻ പറ്റില്ലടാ, അതേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ല. നീ പൊക്കോ. നീയെങ്കിലും പറയാ പോലെടാ, വേറെ ആരും പോലെ ഇവിടെ ഒറ്റയ്ക്ക് നടന്നോട്ടെ. നീയെങ്കിലും ആടാ മുച്ചിരി പ്ലീസ്. അണ്ണ ഇതാണ് ഉച്ചിരി ഇവിടെ ഇല്ലെങ്കിലും എല്ലാം അറിയുന്നുണ്ട് കേട്ടാ. ഇനി മറ്റേനെ വിളിക്കും, പീഡിയെ വിളിക്കും. അവിടെ വന്ന് വേറെ കൊണ എടാ, പീഡിയിൽ ഒരാൾ സംസാരിക്കാൻ വരും. അവിടെ വെറുതെ കൊണയാവല്ലേ, ഞാൻ ഇപ്പഴേ പറയണ, ഷോക്കോടെ സംസാരിക്കല്ലേ. നീക്ക് വന്ന് അങ്ങോട്ട് തിരിഞ്ഞു ഇപ്പൊ 9 പീഡി കേട്ടെ. നീക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കോ. എങ്ങനെടാ ഇങ്ങനെ തന്നെ അണ്ണ, ഇതായിരുന്നു അണ്ണ ഞാൻ പറഞ്ഞത്. എന്താടാ 9 പീഡി നമുക്ക് പഠിക്കാല്ലോ, മെയിൻ ബാങ്ക് അടിക്കാല്ലോ, മെയിൻ ബാങ്ക് അടിക്കാം, മെയിൻ ബാങ്ക് അടിക്കാം. മെയിൻ ബാങ്ക് ട്രിഗർ ചെയ്യാൻ പറ്റും.